അതുകൊണ്ട് യു എയിലുള്ള ഏറ്റവും പൊക്കം കൂടിയ മല ജബൽ ഇബറാണ്. ഡ്രൈവ് ചെയ്ത് മുകളിലോട്ട് വരുന്ന ആ റോഡിൻ്റെ ഒരു ഭംഗിയാണ്, റോഡിൻ്റെയും ഡ്രൈവിൻ്റെ ഒരു ഭംഗിയാണ് ഈ ഒരു ജബൽ ഇബർ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. ഇത് കണ്ടോ, യു എയിൽ മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇങ്ങോട്ടുള്ള ഡ്രൈവിംഗ് വഴി നമുക്ക് കിട്ടുന്നത്. അതിന് യാതൊരു സംശയമില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ജബൽ ഇബിറിലോട്ടുള്ള ഒരു യാത്രയിലാണ്. ജബൽ ഇബിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ യു എയിലെ ഏറ്റവും പൊക്കം കൂടിയ ഒരു മലയാണ്. ഒരു ചുവന്ന കളറിലുള്ള ഒരു മല. അത് കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയതാണ്, പോകുന്ന വഴിക്ക് കണ്ടതാണ്. വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു റൂട്ട് വഴി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. യു എയിൽ വേറെ ഒരു സ്ഥലത്തും കാണാത്ത രീതിയിലുള്ള റോഡുകളാണ്, ഒരു വല്ലാത്ത ഭംഗിയാണ്, മലകളും റോഡുകളും ഒക്കെ. എന്തായാലും സംഭവം കൊള്ളാം, വെറൈറ്റി യാത്രയാണ്. മെയിൻ റോഡിൽ നിന്ന് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി. ചെറിയ റോഡാണ്, പൊക്കം കുറഞ്ഞ മലകളാണ് ചുറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു യാത്രയായിട്ട് ആണ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്യുന്നത്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് കോറികളുണ്ട്. ഞാൻ പറയാൻ കാരണം വരുന്ന വഴിക്ക് ഒരുപാട് കോറികൾ കണ്ടു. അതുപോലെ തന്നെ ഈ കാണുന്ന പോലെയുള്ള ഹെവി ട്രക്കുകൾ ഒരുപാട് കണ്ടു. കോറികൾ ഒരുപാടുള്ള ഏരിയ ആണ്. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് റൂട്ടിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഗൂഗിൾ പലപ്പോഴും ഓഫ് റോഡ് വഴി പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇതിന് മുമ്പ് വന്ന ഒരു സുഹൃത്ത് എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ പലപ്പോഴും ഓഫ് റോഡ് സജസ്റ്റ് ചെയ്യും, പക്ഷേ നമ്മൾ ടാറിട്ട റോഡ് വഴി തന്നെ പോയാൽ മതിയാവും. കാരണം ഈ മൗണ്ടൻ്റെ ടോപ്പ് വരെ നമുക്ക് ടാറിട്ട റോഡുണ്ട്. അരമണിക്കൂറോളം എളുപ്പമുള്ള റൂട്ട് ഗൂഗിൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതെല്ലാം ഓഫ് റോഡാണ്. പോയാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡിലൊന്നും ഒരൊറ്റ മനുഷ്യരെ കാണാനില്ല. അതുപോലെ തന്നെ വണ്ടികളും വളരെ കുറവാണ് കാണുന്നത്. പക്ഷേ കാഴ്ച ഒരു രക്ഷയില്ല. ഈ വരുന്ന വഴിക്കാണ് വാദി ഖാബി കണ്ടത്. നല്ല വെള്ളമുണ്ട്, അതുകൊണ്ട് ആ കാഴ്ചകൾ കാണാൻ വേണ്ടി നിർത്തിയതാണ്. ഇത് കണ്ടോ, അത്യാവശ്യം വലുപ്പമുള്ളൊരു വാദിയാണ് വാദി ഖാബി. ഈ അടുത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും നല്ല വെള്ളമുണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫാം കാണുന്നുണ്ട്. ഈ മഴ സമയത്ത് മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിങ്ങനെ കുറച്ച് ദിവസം
കെട്ടിക്കിടന്നിട്ട് വെയിൽ വരുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല, എല്ലാം വറ്റിപ്പോവും. ഇവിടെ മുതലാണ് ജബൽ ഇബറിന്റെ റോഡ് സ്റ്റാർട്ട് ആവുന്നത്. ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ ജബൽ ഇബർ ടോപ്പ് നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റോഡ് കാണിക്കില്ല. ജബൽ ഇബർ റോഡ് നടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഈ ഗൂഗിൾ മാപ്പിൽ കാണിക്കും. ഈ റോഡ് ഫോളോ ചെയ്തിട്ട് നേരെ പോയാൽ മതി. റോഡിൽ പല സ്ഥലത്തും പണി നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് വന്നതാണ് ജബൽ ഇബറിലെ ബേസിലെ മിലിറ്ററി ക്യാമ്പ്. ഇതിൻ്റെ ടോപ്പിൽ എത്തുന്നതിന് മുമ്പ് വേറൊരു ക്യാമ്പുണ്ട്. അവിടെയാണ് നമ്മുടെ എമിറേറ്റ്സ് ഐ ഡിയും വണ്ടിയുടെ മുല്ലൂക്കിയൊക്കെ ചെക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ മിലിറ്ററി പോയിന്റിലാണ്. നമ്മൾ ആദ്യ കാലത്തൊക്കെ ജബൽ ജെയ്സിൽ പോകുമ്പോൾ ഒരു ഫീലാണ് എനിക്ക് ഇപ്പോൾ ഈ റോഡ് വഴി പോകുമ്പോൾ തോന്നുന്നത്. വളഞ്ഞിട്ടുള്ള റോഡുകളാണ് എല്ലായിടത്തും. 2 ദിവസം മുമ്പ് അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. ആ മഴയത്ത് ഒലിച്ചു പോയ റോഡിൻ്റെ പണിയാണ് പല സ്ഥലത്തും ഈ കാണുന്നത്. ചെറിയ റോഡിൻ്റെ ഉള്ളിലോട്ട് കയറിയതിന് ശേഷം ഒറ്റ ബിൽഡിങ്ങും ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ മാത്രമാണ് കയറ്റം ഇറക്കമൊന്നും ഇല്ലാത്ത കുറച്ച് സ്റ്റഡിയായിട്ടുള്ള റോഡ് കിട്ടിയത്. ഇനി വീണ്ടും കയറ്റം തുടങ്ങി. 2-വേ റോഡാണെങ്കിലും വളരെ വീതി കുറഞ്ഞ റോഡാണ്. എതിരെ വേറെ ഏതെങ്കിലും വണ്ടികൾ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വളവിൽ വെച്ചിട്ടൊക്കെ വേറെ വണ്ടികൾ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, ആകാശത്തിലോട്ട് കയറി പോകുന്ന പോലെ ഉണ്ട്. മേഘങ്ങളൊക്കെ നമ്മുടെ തൊട്ടടുത്ത് കാണാം. നേരെയുള്ള മല ഉണ്ടോ, ഒരു പിരമിഡ് പോലെയുണ്ട്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്, നല്ല മേഘങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. സാധാരണ ചെറിയ കാറുകൾ കൊണ്ടുവേണമെങ്കിൽ നമുക്ക് ഓടിച്ചു വരാം. ഇതുവരെ കുഴപ്പമൊന്നും കണ്ടില്ല. ഇനി മുമ്പോട്ട് അങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇതുവരെ ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ഓടിച്ചു വരാമെന്നുള്ള റോഡുകൾ തന്നെയാണ്. പക്ഷേ ചെറിയ വണ്ടിയാണെങ്കിൽ നല്ല കണ്ടീഷനുള്ള വണ്ടി ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ റിസ്ക് ആണ്. എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ പണിയാണ്. വേറെ ഒറ്റ വണ്ടി വഴിക്ക് കണ്ടില്ല. അപ്പോൾ നമുക്ക് റോഡിൽ വണ്ടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ടോപ്പ് പോയിന്റ് എത്താറായി. ഈ കാണുന്നതാണ് ടോപ്പിലുള്ള മിലിറ്ററി ചെക്ക് പോയിന്റ് എന്ന് തോന്നുന്നു. ഇത് തന്നെയാണ് മിലിറ്ററി ചെക്ക് പോയിന്റ്. നമുക്ക് എന്തായാലും നിർത്തിയിട്ട് നോക്കാം. ചെക്ക് പോയിന്റിൽ നമ്മുടെ എമിറേറ്റ്സ് ഐ ഡിയും കാറിൻ്റെ രജിസ്ട്രേഷൻ കാർഡും ചെക്ക് ചെയ്തിട്ട് അവിടെയുള്ള റെക്കോർഡ് ബുക്കിൽ എഴുതി വയ്ക്കും. അതിനുശേഷം അവർ ഗേറ്റ് തുറന്നു തരും. എത്ര പാസഞ്ചർ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. വേറെ സീനൊന്നുമില്ല അവിടെ. ഇത്രയും ദൂരം വന്നതിന് ശേഷം ഇപ്പോഴാണ് നമുക്കെതിരെ ഒരു വണ്ടി വരുന്നത്. താഴെ വളവും തിരിവൊക്കെ ഉള്ള സ്ഥലത്ത് എതിരെ വണ്ടി വരാതിരുന്നതാണ് നല്ലത്. കാരണം 2 ട്രാക്ക് ഉണ്ടെങ്കിലും വീതി വളരെ കുറവാണ്. നമ്മളങ്ങനെ ഏറ്റവും ടോപ്പിലെത്തി.
അങ്ങനെ ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തി. ഇത് കഴിഞ്ഞിട്ടും ഉണ്ട് കുറച്ച് ദൂരം കൂടെ മേളിൽ വരെ പോകാൻ പറ്റുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ബിൽഡിംഗ് കാണുന്നുണ്ട്. അത് മിലിറ്ററിയുടെ ബിൽഡിംഗാണ്. സന്ദർശകർക്ക് ഇതുവരെ വരാനേ പറ്റുള്ളൂ, ഈ ഒരു സ്പോട്ട് വരെ വരാനേ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു. ഇവിടെ ഇങ്ങനെ കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലുപാട് മലകളാണ്. ആ ഭാഗത്തുനിന്ന് നന്നായിട്ട് മഞ്ഞ് കയറി വരുന്നുണ്ട്. പുറത്ത് നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുമുണ്ട്. ഇതാണ് പുറകിലെ വ്യൂ. ഈ മൗണ്ടൻസ് അൽ മബ്ര എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അൽ മബ്ര അല്ലെങ്കിൽ ജബൽ ഇബിർ എന്ന് പറയുന്ന രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ഒരു ഏരിയ മിലിറ്ററിയുടെ അണ്ടറിലാണുള്ളത്. കുറേ കാലം ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ചില സമയത്തൊക്കെ അവർ വിസിറ്റേഴ്സിന് അലോ ചെയ്യില്ല. ഇവിടെ ഒരു 10-15 വണ്ടി അങ്ങനെ അവർക്കൊരു കണക്കുണ്ട്. ആ ഒരു ലിമിറ്റിൽ മാത്രമേ ആ മിലിറ്ററി ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിടുകയുള്ളൂ. അഥവാ കൂടുതൽ വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവരവിടെ ഹോൾഡ് ചെയ്യും, എന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ തിരിച്ചിറങ്ങി പോയി കഴിഞ്ഞാൽ മാത്രമേ അവരെ ഇങ്ങോട്ട് മേളിലോട്ട് കയറ്റി വിടുകയുള്ളൂ, പുതുതായിട്ട് വരുന്ന ആൾക്കാരെ. ചില സമയത്ത് അവർ മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് വെക്കും. പ്രത്യേകിച്ച് മഴ, കാറ്റ് അങ്ങനെയുള്ള സമയങ്ങളിലാണെങ്കിൽ ആരെയും കയറ്റി വിടില്ല. ഞാൻ സ്വെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നിട്ടും ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. നല്ല തണുപ്പുണ്ട്. ചെവിയിലൊക്കെ നന്നായിട്ട് തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് ഫോട്ടോയ്ക്ക് പറ്റിയ ഫ്രെയിംസാണ്. നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. താഴ്ന്ന് മേളിലോട്ട് ഡ്രൈവ് ചെയ്ത് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടി വേണം. ചെറിയ വണ്ടിയിലാണെങ്കിൽ നമുക്ക് വരാൻ പറ്റും, പക്ഷേ നല്ല കണ്ടീഷനുള്ള വണ്ടി വേണം. മഞ്ഞ് കയറി വരുന്നുണ്ടോ? ഇപ്പോൾ ഈ കുന്നിൻ്റെ മുകളിൽ വേറെ ആരുമില്ല കേട്ടോ. ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു കാറ് അവിടെ കിടപ്പുണ്ട്, പക്ഷേ അതിലാരെയും കാണുന്നില്ല. അവർ മിക്കവാറും ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് താഴോട്ട് ഈ താഴെ കാണുന്ന വാലിയിലോട്ട് പോകാൻ പറ്റും. ചിലപ്പോൾ മിക്കവാറും ഒരു ഹൈക്കിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടാകും. അതിലാരെയും കാണുന്നില്ല. ഞങ്ങൾ വരുമ്പോൾ ആ ഭാഗത്തൊക്കെ നല്ല വെയിലായിരുന്നു. ഇപ്പം മഞ്ഞ് കയറി വന്നിട്ട് മൂടുന്നുണ്ട്. ശരിക്കും ഇതിൻ്റെ മുകളിൽ വന്നാൽ കാണുന്ന കാഴ്ചയല്ല. നമുക്ക് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴ്ന്ന് ഡ്രൈവ് ചെയ്ത് മുകളിലോട്ട് വരുന്ന ആ റോഡിൻ്റെ ഒരു ഭംഗിയാണ്. റോഡിൻ്റെയും ഡ്രൈവിൻ്റെ ഒരു ഭംഗിയാണ് ഈ ഒരു ജബൽ ഇബർ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്. എല്ലാവർക്കും അറിയാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ ജബൽ ജയ്സാണ് യു എയിലെ ഏറ്റവും പൊക്കമുള്ള മല എന്നാണ്. ശരിക്കും പൊക്കമുള്ള മല ജബൽ ജയ്സ് തന്നെയാണ്. അതിൻ്റെ ഹയസ്റ്റ് പീക്ക് 1934 മീറ്റർ. ആ ഹയസ്റ്റ് പീക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒമാനിലാണ്. യു എ സൈഡിൽ നിന്ന് നമുക്ക് കയറാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ 1892 മീറ്ററാണ് നമുക്ക് ജബൽ ജയ്സിൽ കയറാൻ പറ്റുന്ന ഹൈറ്റ്. പക്ഷേ ഈ മൗണ്ടൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1727 മീറ്ററാണ് ജബൽ ഇബറിൻ്റെ ഹൈറ്റ്. അതുകൊണ്ട് യു എയിലുള്ള ഏറ്റവും പൊക്കം കൂടിയ മല ജബൽ ഇബറാണ്. നമ്മൾ താഴെ ഈ റോഡിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ യാതൊരു കാര്യങ്ങളുമില്ല. അതായത് ഒരു ബിൽഡിങ്ങോ കൃഷിയോ ഒന്നും കാണാൻ പറ്റില്ല. മലകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. രണ്ട് വശവും മലകളും കൊക്കകളും മാത്രം. പക്ഷേ കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. വേറെ എവിടെയും, അതായത് ജബൽ ജയ്സിൽ പോയാൽ പോലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. എനിക്ക് ആദ്യം ഇതിൻ്റെ എൻട്രൻസിലോട്ട് കയറുന്ന സമയത്ത് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ജബൽ ജയ്സിൽ പോയ ഒരു ഫീലാണ് കിട്ടിയത്. പക്ഷേ മുകളിലോട്ട് വരുന്തോറും ആ റോഡിൻ്റെ സ്ട്രക്ചറൊക്കെ മാറി. നമ്മൾ ജബൽ ജയ്സിൽ പോകുന്ന റോഡ് പോലെയല്ല. ചെറിയൊരു വണ്ടിയും ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ജബൽ ജയ്സിലെ റോഡുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ചെറിയ വണ്ടി ഓടിച്ച് വരാൻ പറ്റും, പക്ഷേ അത്രയും ശ്രദ്ധിച്ച് വന്നാൽ മാത്രമേ നമുക്ക് വണ്ടി ഓടിച്ച് മുകളിലെത്താൻ പറ്റുള്ളൂ. സാധാരണ ക്ലൈമറ്റിൽ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും. ഇപ്പോൾ തണുത്ത ക്ലൈമറ്റാണ്, നിൽക്കാൻ പറ്റാത്ത അത്ര തണുപ്പാണ്. ഇന്നൊരു അവധി ദിവസമാണ്, പക്ഷേ എന്നിട്ടും ഇവിടെ തീരെ തിരക്കില്ല. ആരും തന്നെ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫാമിലി ആ ഭാഗത്ത് ടെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ഫാമിലി ഇവിടെ കാണുന്നുണ്ട്, ഒരു കാറ്. വേറെ ആരും തന്നെ ഇല്ല. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, എന്നിട്ട് കൂടി തീരെ തിരക്കില്ല. ഇതൊക്കെയാണ് ജബൽ ഇബറിൻ ടോപ്പിലുള്ള കാഴ്ചകൾ. ഇതിൻ്റെ മേളിൽ വന്നാൽ കാണാൻ അത്ര മാത്രമൊന്നുമില്ല. രസകരമായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവിംഗ് തന്നെയാണ്. അല്ലാതെ ഇതിൻ്റെ മേളിൽ വന്നാൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. യു എയിൽ മറ്റൊരു സ്ഥലത്തും കിട്ടാത്ത രീതിയിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇങ്ങോട്ടുള്ള ഡ്രൈവിംഗ് വഴി നമുക്ക് കിട്ടുന്നത്. അതിന് യാതൊരു സംശയമില്ല.
അതുപോലെ ഈ ഹൈറ്റിൽ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെ പേടിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ മേളിൽ നമുക്ക് റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ കഫറ്റീരിയോ അങ്ങനെയുള്ള യാതൊരു സൗകര്യമില്ല. അപ്പോൾ വെള്ളം അതുപോലെ ആവശ്യത്തിന് സ്നാക്സ് ഫുഡൊക്കെ എടുത്തിട്ട് വേണം മേളിൽ വരാൻ. അങ്ങനെയുള്ള യാതൊരു സൗകര്യമില്ല. ഇത്രയൊക്കെയാണ് ഈ ജബൽ ഇബിറിനെ പറ്റി പറയാനുള്ളത്, കാണിക്കാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.